ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് 2 കണ്ടന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റിലെ എന്നും അതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ചേച്ചി ചിക്കൻ കറി ഒന്ന് എങ്ങനെയാ ചേച്ചി വെക്കുന്നതെന്ന്, ആ എളുപ്പമുള്ള ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരുമോ ചേച്ചി? ചേച്ചി എന്നും വീഡിയോ ഇടുമ്പോഴും ചേച്ചി ചിക്കൻ കറി എങ്ങനെയാ വെക്കുന്നേ? പാവം, ഒരു കണക്കിന് മഹാപാവം. ഞാനൊരു സാധനം ഞാൻ സത്യം പറയാം. കാരണം എനിക്ക് ചിക്കൻ ഞാൻ അങ്ങനെ മേടിക്കുന്നില്ല. അന്ന് മേടിച്ചിട്ട് ഇന്നിപ്പം അതിനു വേണ്ടി മാത്രമാണ് എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിനെന്താടി ചേട്ടനും കൂട്ടും മോനും ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ ഇന്നും നാളെയും കൂടെ കൊണ്ട് തീർക്കാമല്ലോ. അപ്പം നീ വിഷമിക്കണ്ട, അതിനെ കാണിക്കണമെങ്കിൽ ഞാൻ ഇന്ന് ചിക്കൻ മേടിച്ചോണ്ട് വരാം. ചിക്കൻ മേടിച്ചോണ്ട് വന്നു. അപ്പം ഞാൻ വെക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്ന അന്ന് വെച്ച ആ കറി തന്നെ ഇന്ന് ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, പാവം കേട്ടോ, എന്ത് ക്ഷമയാ അതിന്. അതാണ് നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് മനസ്സിലാക്കേണ്ടി അല്ലേ. ചിലവരാണെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീഡിയോ പോയി കണ്ടിട്ട് എന്തൊക്കെയാ പറയുന്നത്, അതും കൂടി ഇക്കൂട്ടത്തിൽ പറയാം. പവിത്രൻ എന്ന് പറയുന്ന ഒരു ഇതാണ് പേര് വരുന്നത്. രാമാ, അതെനിക്ക് ഭയങ്കര ചിരിയാ വന്നു കേട്ടോ. രാമാ, ആ ഒലക്കയും എടുക്ക്. എന്താ എൻ്റെ തലക്കിട്ട് അടിച്ച് കൊല്ലാനല്ലേ, കഷ്ടം, പാവം ഞാൻ. പക്ഷെ അതൊരു തമാശ രീതിയില ചിരിച്ച മുഖമായിട്ടായിരുന്നു കേട്ടോ. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നതിനെ പറഞ്ഞത് അതും നമ്മൾ മനസ്സിലാക്കണം. അതും തെറ്റാ നമ്മൾ നീട്ടിക്കൊണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞില്ല നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. പിന്നെ നമുക്ക് അപ്പൊ ചിക്കൻ കറി അതിൻ്റെ ഒരു മെയിനുണ്ട്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഫർഹാൻ എന്ന് പറയുന്നതാണ് എൻ്റെ പേര് എഴുതി വരുന്നത്. അതിനൊരു മോളുണ്ട്. ആ മോള് വലിയ കുട്ടിയായെന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുന്നത്. കാരണം എനിക്ക് ആൺപിള്ളേരല്ലേ, അപ്പം പെൺപിള്ളേരൊക്കെ വലിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അത്രയൊക്കെ പ്രായമായെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കറുത്ത കുട്ടിയാണ്. എന്തിനാ എൻ്റെ പൊന്നു മോളെ വിഷമിക്കുന്നത്? ശരിക്കും വിഷമം വരും. അപ്രായത്തിൽ ഞാൻ കറുത്തതായിരുന്നു, നല്ല കറുപ്പായിരുന്നു എനിക്ക് കേട്ടോ. എന്നെ എല്ലാവരും കറമ്പി പോന്നു. അപ്പൊ എൻ്റെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ പറഞ്ഞു, എടി നിനക്ക് ഞാനൊരു പറഞ്ഞു തരാം, ഒരു വേർഡ്, നീ അതങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ആ വേർഡ് ഇവിടെ പറയുന്നില്ല കേട്ടോ, ഞാൻ കൊച്ചാ. അപ്പോഴൊക്കെ നമുക്കതൊക്കെ പറയാമായിരുന്നു. വലുതായി വരുമ്പോൾ നമുക്ക് ആരോടും അതൊന്നും പറയാൻ പറ്റത്തില്ല. അച്ഛൻ പറഞ്ഞു, ബാക്കി എന്ത് വന്നാലും ഞാൻ പറഞ്ഞോളാം, നിന്നെ ആരെങ്കിലും നീ കറമ്പിന്ന് വിളിച്ചിട്ടുണ്ടോ നീ അങ്ങനെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ ഞാൻ ഭയങ്കര നാക്കായിരുന്നു, ഞാൻ പറയുകയും ചെയ്യായിരുന്നു. പക്ഷെ വലുതായി വരുമ്പോൾ നമ്മളതൊന്നും പറയത്തില്ല. ആ വാക്ക് ഞാൻ പറയുന്നില്ല. വാക്ക് വേറെ വാക്കൊന്നും അല്ല കേട്ടോ. അപ്പം ആ കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇരുണ്ടാൻ വലിയ വെളുപ്പൊന്നും ഇല്ലായിരുന്നു. ആ കളറാണ് എനിക്ക് കിട്ടിയത്. അച്ഛൻ ഒരുവിധമൊക്കെ എന്നെക്കാളും നല്ല കളറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അമ്മയുടെ അനിയത്തിക്ക് നല്ല ഇരുണ്ട കളറായിരുന്നു. പക്ഷെ പുറത്തൊക്കെ പോയി തിരിച്ചൊക്കെ വന്നപ്പോൾ നല്ല വെളുത്ത് സുന്ദരിക്കുട്ടിയായി. ഇപ്പം അങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരും. നമ്മൾ പല ടിപ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും. ഇന്നിപ്പോൾ എനിക്ക് വന്ന മാറ്റം ഉള്ള കാര്യം പറയാണ്. ഓരോ ടിപ്സും ചെയ്താണ് എൻ്റെ മുഖം വെളുത്തെന്ന് ഞാൻ സ്വന്തമായിട്ട് പറയുമല്ല. എൻ്റെ ആ കറുത്ത കരി പോലത്തെ ആ കളറിൽ നിന്നും ഇന്നിപ്പം കറുപ്പെന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇരുണ്ട കളർ അല്ലെ, വെളുത്തൊന്നും പറയാൻ പറ്റുമല്ല, ഇരുണ്ട കളറിലോട്ടായത്. ഇത് മതി എനിക്ക് ധാരാളം ഇല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മോളെ, ഞാനും പണ്ട് എൻ്റെ പുറകോട്ട് ചിന്തിച്ചപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ, മോൾ അതൊന്നും വിഷമിക്കണ്ട മോളെ, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മോളുടെ അമ്മയോടും പറയാണ്, കറുപ്പിനകത്തൊരു കാര്യമില്ലെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. മനുഷ്യത്വം വേണം, മനസ്സ് നന്നായിരിക്കണം. കുറേ വെളുത്തു ചുമന്നിരിക്കുന്ന ആൾക്കാർ ഉള്ളു മുഴുവൻ സ്പർദ്ധയും കുശുമ്പും വൃത്തികെട്ട സ്വഭാവവും ഒക്കെ ആണെങ്കിൽ എന്തിനാ വെളുപ്പ് അല്ലേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസൻ്റായിട്ട് ജീവിച്ച് നല്ല കറുത്താണേലും വെളുത്താണേലും ഡീസൻ്റായിട്ട് കഴിയുക, കുടുംബം നോക്കുക, നമ്മുടെ ഹസ്ബൻഡിനെ മക്കളെ, നമ്മുടെ അമ്മമാരുണ്ട് അവരെ നന്നായിട്ട് നോക്കുക. അതാണ് ഏറ്റവും വലിയ ധർമ്മം. നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുന്നതും നമ്മുടെ ഭർത്താക്കന്മാരെ നോക്കുന്ന നമ്മുടെ മക്കളെ നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലിരുന്ന് നല്ല സംഭവങ്ങളും നോക്കി അവരെ നല്ല രീതിയിൽ നോക്കുക, അവർക്ക് മുൻഗണന കൊടുക്കുക. അല്ലാണ്ട് കറുപ്പിനകത്തും വെളുപ്പിനകത്തും ഒന്നുമല്ല കാര്യം കേട്ടോ. അതാദ്യം മനസ്സിലാവും. പിന്നെ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഒരു വെളുക്കണം, എനിക്ക് ഇച്ചിരി വെളുത്തിരിക്കണം എന്നൊക്കെ സത്യം. കൂട്ടുകാരൊക്കെ നല്ല വെളുത്തതായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒക്കെ തോന്നും. അതിനാണ് ഞാൻ ഒരു ടിപ്സ് ഇട്ടേക്കുന്നത്. സൂപ്പർ ടിപ്സ് ആട്ടോ. പൊന്നു മോളെ, ഇത് തേപ്പിച്ച് എന്നും ചെയ്തോ. ആ മോക്ക് വേണ്ടി തന്നെയല്ല, അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തോ. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഈ ടിപ്സ് മാറ്റത്തില്ല. അത്ര
ഏറ്റവും നല്ല ടിപ്സാണ് കേട്ടോ. ഞാൻ ഏറ്റവും നല്ല ടിപ്സാണ് ഇന്നത്തെ ഇട്ടേക്കുന്നത്. മുഖം വെളുക്കാന്, മുഖത്തെ കറുത്ത പാടുകൾ പോകാന്, മുഖത്ത് ഗ്ലോ കിട്ടാന്, എന്താണേലും ഒരു ആകപ്പാടം മുഖത്തിനൊരു അടിപൊളി മാറ്റം വരുന്ന ഒരു ടിപ്സ് തന്നെയാണ് ഇന്നത്തത് കേട്ടല്ലോ. അപ്പം അത് ഡെയിലി ചെയ്യുന്ന ഏറ്റവും നല്ലത് 1 മാസമെങ്കിലും അടുപ്പിച്ച് ചെയ്യാം. പിന്നെ നമുക്കൊരു മടി തോന്നുവാണ് ആഴ്ച 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ നല്ല മുഖത്തൊക്കെ പല ടിപ്സുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. ഇനി ഇടാം. ഇനി എനിക്ക് വേറൊരു അടിപൊളി ടിപ്സുകളുണ്ട്, അതൊക്കെ ഞാൻ ഇടാവേ. അപ്പോൾ അങ്ങനെ മാറി മാറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മോളെ എല്ലാവരും നല്ല കറുപ്പിൽ നിന്ന് നല്ല ഒരു ഗ്ലോ ഇട്ടും, കറുത്തെന്ന് പറഞ്ഞാൽ മുഖത്തെ പാടുകളും വെളുത്തു വരും. അങ്ങനെ പല രീതികളും നമുക്ക് മാറ്റം വരും. അതാണ് ഈ ജയ കേട്ടോ. അങ്ങനെയാണ് ഞാനും മാറിയത്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഒരു സാധനവും മുഖത്ത് തേക്കാറില്ല കേട്ടല്ലോ. ഒറ്റ സാധനം തേക്കാറില്ല. പിന്നെ നമ്മൾ തേക്കുന്നത്, ഞാൻ തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരു ഓയിലുണ്ട് കേട്ടോ, 40 കേരം, അത് തേക്കുന്നുണ്ട്. അത് മുഖത്ത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ തേക്കത്തുള്ളൂ. കാരണം സൈനസുകാർക്കൊന്നും പിടിക്കത്തില്ല, എനിക്കതൊന്നും പിടിക്കത്തില്ല. ഞാൻ കയ്യിലും കാലിലും എല്ലാം തേക്കുന്നുണ്ട് കേട്ടോ. അത് തേച്ച് കഴിഞ്ഞ് ലോറലിൻ്റെ ഒരു ക്രീമുണ്ട്, അതും മോയ്സ്ചറൈസിങ് ക്രീമാണ്, അത് തേക്കുന്നുണ്ട്. അല്ലാതെ വേറൊരു സാധനം സത്യമായ കാര്യമാണ് ഞാൻ തേക്കുന്നില്ല, പാർലറിൽ പോവാറില്ല, ഒന്നുമില്ല. അപ്പൊ ഇനി അപ്പൊ ഇത് ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലേഹ സാജു പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒരു ഹായ് പറയാം. ലേഹ സാജു കുട്ടി, ഉമ്മ ചക്കരയുമ്മ ഹായ്. ചക്കരയുമ്മ കിട്ടിയോ? പിന്നെ അടുത്തയാള് ഹാപ്പി വ്ളോഗ്സ് വിത്ത് ഗീത, പുള്ളിക്കാരിക്ക് വ്ളോഗുള്ള കേട്ടോ. എല്ലാവരും ഒന്ന് ആ വ്ളോഗ് ഒന്ന് പോയി കാണണം. ഹാപ്പി വ്ളോഗ് വിത്ത് ഗീതയുടെ കേട്ടോ. എന്റെ പേരൊന്ന് പറയാവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ചക്കരേ ഹായ്, എനിക്ക് പറഞ്ഞില്ലല്ലോ ഹായ് പറയുന്നു. ചക്കരയുമ്മ തരുത് കേട്ടോ. ഹാപ്പി വ്ളോഗ് വിത്ത് ഗീത കാണണേ, നോക്കണേ. പിന്നെ ഒരു കൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹാപ്പി വ്ളോഗ് അത് പറയാൻ കാരണം തൈറോയിഡ് പ്രശ്നമുള്ളത് കൊണ്ട് മോൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാന്ന്, തലമുടിയുടെ. എന്റെ പൊന്നു ഗീതക്കുട്ടി, തൈറോയിഡ് ഒന്നും നോ പ്രോബ്ലം. ഈ തൈറോയിഡ് ഉള്ളപ്പോഴും എന്തെങ്കിലും അസുഖം ഉള്ളപ്പോഴും നമ്മുടെ ബ്രെയിനിനകത്ത് എപ്പോഴും പ്രവർത്തിക്കുക, എനിക്ക് തൈറോയിഡ് ഉണ്ടല്ലോ, ഈ മുടി ശരിയാകത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കണ്ട. എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് തൈറോയിഡിന്റെ ഉണ്ടായിരുന്നു, അവൾ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, അവൾക്കും മുടി വളർന്നു ഇതെല്ലാം തേച്ച്. അതുകൊണ്ട് തൈറോയിഡിനോ ചിന്തിക്കല്ല. മോൾക്ക് തേച്ച് കൊടുത്തോ, മോൾക്ക് സുന്ദരിമണികളാകട്ടെ ചെയ്തു കൊടുത്തോ. പക്ഷെ നമ്മളും അതിനൊപ്പം ചെയ്തോണം കേട്ടല്ലോ, നമുക്ക് മുടിയൊക്കെ വേണ്ടേ. അത് കഴിഞ്ഞ് രേണുക സോമശേഖരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹായ് പറയാൻ. എൻ്റെ പൊന്നു ചക്കരമുത്തം ഹായ്. ചക്കരയമ്മ രേണുക സോമശേഖരൻ. അപ്പം ഇത്രേ ഉള്ളൂ തോന്നുന്നു കേട്ടോ, ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ചിക്കൻ കറി ഉണ്ട്, നമ്മുടെ ടിപ്സ്, ഇത് അടിപൊളി ടിപ്സ് ആട്ടോ. ഇതും രണ്ടും ഉണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റ് ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഓരോ ടിപ്സുമായിട്ട് ജയക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ ഇങ്ങനെ പറ്റത്തുള്ളൂ. അതൊക്കെ നിന്ന് പോയിട്ടോ. വീഡിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. അപ്പൊ ഇനി വർത്താനം പറഞ്ഞ് കൂട്ടുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. രാവിലെ തന്നെ നിങ്ങളെ ഐശ്വര്യമായ ഒരു കാഴ്ച കാണിക്കാം കേട്ടോ. എന്നും ഇവരിവിടെ കൂടെ ട്രയൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളിയല്ലേ, അപ്പം അതിനുള്ള ഒരുക്കങ്ങളാവർ കേട്ടോ. പാവങ്ങൾ ജയിച്ചാൽ മതിയായിരുന്നു, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സബോള ഇതാ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 കിലോ ചിക്കൻ മേടിക്കാനാണ് ചേട്ടനോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചേട്ടനിപ്പോൾ ചിക്കനുമായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിതെല്ലാം ഒരുക്കി വെക്കുക. ഇത്ര സബോള മതി. പിന്നെ ഞാൻ എന്താ ഒരു ഇത്രയുള്ള ഇത് നല്ല വലിയ വെളുത്തുള്ളി കേട്ടോ, ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ വേണം. അപ്പം ഇതെല്ലാം ഒന്ന് ഇത് അരിയുന്ന കാണിച്ചു തരാം. ചതുരത്തിലാണ് അരിഞ്ഞിടേണ്ടത് കേട്ടോ, അല്ലാണ്ട് കട്ടിയൊന്നും കുറയ്ക്കണ്ടേ. അപ്പം നമ്മൾ ഇതാ സബോളയും ഇതും എല്ലാം ഒരുക്കി. ഇനി നമ്മൾ സബോള ഇതിനെങ്ങനെ അരിയണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പം തീരെ നൈസായിട്ടുള്ള ഇതിലല്ലേ അരിയുന്നത്. ഇത് നമ്മളിത് 4ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് 4ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇത്തിരി വണ്ണത്തിലൊക്കെ അരിഞ്ഞിടാം. തീരെ നൈസൊന്നും ആക്കണ്ട കേട്ടോ. ഇങ്ങനെ ചതുരത്തി അങ്ങ് അരിഞ്ഞിടുക. ഇഞ്ചി കൊത്തി അരിയുക, ചുമ്മാ കനം കുറച്ച്. വെളുത്തുള്ളി നടുക്കൂടെ 2ആയിട്ട് കീറിയിടുക. അപ്പം അത്രയും ചെയ്തിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പം നമ്മൾ ഇതാ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു. ഇതിനകത്ത് തന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇതാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടതേ ഉള്ളൂ. പിന്നെ നമ്മുടെ വറ്റില മുളക് ഇതാ ഇത്രയും 2 കിലോ കോഴിക്ക് ഇത്രയും വറ്റില മുളക് എടുത്തു കേട്ടോ. ഞാൻ മുളക് പൊടി ഒന്നുമല്ല ചേർക്കുന്നത്. എനിക്ക് ഈ ചിക്കൻ കറി വെക്കുന്നതിന് ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെക്കുന്നത്. ഞാൻ കൂട്ടത്തില്ലല്ലോ.
പക്ഷെ എനിക്ക് നന്നായിട്ട് വെക്കാൻ അറിയാം. എന്താ വറ്റലമുളകും പിന്നെ എന്താ ഈ നമ്മുടെ മല്ലിയില്ലേ, മല്ലി ഞാൻ കഴുകി വറുത്ത് ഉണക്കി വറുത്തല്ല കഴുകി ഉണക്കി വെച്ചേക്കുന്ന മല്ലിയാണ്. അതപ്പം എന്താ എത്രയെന്ന് കാണിച്ചു തരാം. ഇവിടെ നീക്കി വെക്കാം കേട്ടോ. 2 കിലോയ്ക്ക് മല്ലിയാണ് ഏറെ വേണ്ടത് കേട്ടോ. മല്ലി ഇച്ചിരി നമ്മുടെ മുളകിനേക്കാളും കൂടുതൽ മല്ലി വേണം, എങ്കിലേ നല്ല അരപ്പ് കിട്ടത്തുള്ളൂ. ഇത് മതി കേട്ടോ. ഒത്തിരി ആയാലും ഒരു പൂച്ചിച്ചവ് വരത്തില്ലേ, ഇത് മതി. ഞാൻ മല്ലി മുളക് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കണേ. പിന്നെ ഇതിനകത്ത് ഇടേണ്ടത് ഇതാ 2-3 കുരുമുളക്, കുറച്ച് മതി കേട്ടോ. ഇത് ഇത്ര കുരുമുളക്. പിന്നെ വേണ്ടത് പെരുംജീരകം. വേറെ ഗരം മസാലയോ വേറൊന്നും ചേർക്കത്തില്ല കേട്ടോ. പെരുംജീരകം ഇച്ചിരി നന്നായിട്ട് ഏറെ വേണം കേട്ടോ. കണ്ടല്ലോ, അതൊക്കെ നമ്മുടെ കൈയളവിനുള്ള ഇതാ കേട്ടോ. അപ്പം ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് വെക്കട്ടെടുത്തത്. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കാൻ നേരം ഇച്ചിരി ചിക്കൻ കഴുകിയെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചാൽ മതി. അപ്പം ഇത്രയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മല്ലി ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നിർത്തണം കേട്ടോ. 2 കരിച്ചൊന്നും കളയില്ല. എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ചക്കര മുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചിക്കനെ ഇന്ന് വെക്കുന്ന കേട്ടോ. ഇതിനകത്ത് എപ്പോഴും പറയും, ചേച്ചി ചിക്കൻ കറി വെച്ച് കാണിക്കൂ ചേച്ചി. പാവം കുട്ടി ഇത്രയും നാളും എന്നെ ചീത്ത വിളിച്ചില്ലല്ലോ, അതിനെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടാക്കി അരച്ച് വെച്ചിട്ട് ചിക്കൻ കഴുകാൻ പോകും. അപ്പം നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ച് വെച്ചിട്ട് അവിടെ അപ്പം വന്നല്ലേ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ചൂടാക്കുമ്പോൾ ഇച്ചിരി സംസാരിക്കാം കേട്ടോ. ഇച്ചിരി സംസാരിച്ചുകൊണ്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ചൂടാക്കാം. അപ്പം ഇനി അടുത്തൊരു ടിപ്സ് ഉണ്ട് എനിക്ക് കേട്ടോ. ഇത് വെച്ചിട്ട് ആദ്യം പറഞ്ഞ കുട്ടി കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചിക്കൻ കറി ഒന്നുകൂടെ വെച്ച് കാണിക്കും. ഇത്രയും നാൾ ക്ഷമയോടുകൂടി പാവം കുട്ടി ഇരുന്നല്ലോ. അതൊരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. എപ്പം വീഡിയോ ഇട്ടാലും ചേച്ചി ചിക്കൻ കറി ഒന്നുകൂടെ വെച്ച് കാണിക്കുമോ ചേച്ചി എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ പൊന്നു മോളെ ഇത്രയും വൈകിയെന്ന് വെച്ചാൽ ഇവിടെ ചിക്കൻ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചേട്ടനും പിള്ളേരും മാത്രമേ കൂട്ടത്തുള്ളൂ. ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ചിക്കനോട് അത്ര വലിയ താല്പര്യമില്ല. ഇന്ന് കൂട്ടി ഒരു ദിവസം നന്നായിട്ട് കൂട്ടും, പിറ്റേ ദിവസമൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ 2 കിലോ എല്ലാം തോന്നുന്നു. ഞാൻ പറഞ്ഞ 2 കിലോ വാങ്ങിക്കേണ്ട 1.5 വാങ്ങിച്ചാൽ. അപ്പം രാത്രി ചപ്പാത്തി ആണെങ്കിൽ പിന്നെ ഓടും. ചപ്പാത്തിയുടെ കൂടെ പിള്ളേർക്ക് കൊച്ചിന് മൂത്തയാൾ ഇവിടെ ഇല്ലല്ലോ, ഇനി അവനാണ് വ്യാഴാഴ്ചയല്ലേ വരത്തുള്ളൂ. അപ്പം അവനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല. മീനാണ് ഇഷ്ടം കൂടുതൽ വറക്കുന്നതും ഒക്കെ. വറക്കുന്നതേ ഉള്ളൂ. വറുത്തരച്ച് വെച്ച കറിയുടെ ചാറ് മൂത്തയാൾ കൂട്ടും. ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി അത് കൂട്ടും. അല്ലാണ്ട് കഷ്ണം അതിനകത്തെ കറിയുടെ കഷ്ണം കൂട്ടത്തില്ല. ഇളയാൾ പിന്നെയും കറിയുടെ ഇതൊക്കെ കൂട്ടും. അതിന് കൂട്ടൽ അറിയാലോ, നമ്മളൊന്നും കൂട്ടുന്നതൊന്നും കൂട്ടത്തില്ല. ചിക്കൻ ഇളയാൾക്ക് ഇഷ്ടമാണ്. അന്നത്തെ ദിവസം നന്നായിട്ട് കൂട്ടും. കോളേജിൽ നിന്നൊക്കെ വരുന്ന ഉടനെ ശകല ഒരു പ്ലേറ്റിനകത്തൊക്കെ എടുത്ത് അച്ഛൻ ഇങ്ങനെ കഴിക്കുന്നത് അന്നേരമൊക്കെ കൂട്ടുവേ. പെട്ടെന്ന് മടുക്കും. അതാണ് ഭയങ്കര ടേസ്റ്റ്. ഈ കറിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനും അധികം ഒന്നും കൂട്ടത്തില്ല. അതാണ് ചിക്കൻ മേടിക്കാൻ ഇത്രയും നാളും വൈകിയത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ചിക്കൻ മേടിക്കണം. ഒരു കുട്ടി എപ്പോഴും പറയാറുണ്ട്. അപ്പം ചേട്ടൻ നമുക്ക് ഇന്ന് വാങ്ങിച്ചേക്കാം, എന്നിട്ട് ഇന്ന് നാളെ ആയിട്ട് കാണിക്കാം. അപ്പം നാളെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ദിവസം, ഡോക്ടറെ കാണിക്കുന്ന ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇന്ന് വെക്കുവാണെങ്കിൽ നാളത്തേക്കും കൂടെ പണിക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പം നമുക്ക് നാളത്തേക്കുള്ള കറിയായി പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഇന്നത്തെ ഒഴിച്ചു കൂട്ടാൻ വെള്ളരിക്കും മഞ്ഞയും കറിയാണ്. അത് ഒത്തിരി വെച്ചേക്കും. പിന്നെ ഒരു മെഴുക്കുവരട്ടി മാത്രം നാളെ വെച്ചാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ഇന്ന് മീനുണ്ട്, വറുത്തരച്ച് വെച്ച അയലക്കറിയുണ്ട്. പിന്നെ ഇന്ന് അയലക്കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, വെള്ളരിക്കയും മഞ്ഞയും കറിയുണ്ട്. പിന്നെ പാവയ്ക്കയും മിക്സഡായിട്ട് ഇത് അത്രയും മതി കേട്ടോ. ചൂടായത് മിക്സഡായിട്ട് മെഴുക്കുവരട്ടിയുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോട്ടെ, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നല്ല ടൈം ടേബിൾ രീതിയിൽ പോയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറിക്ക് ദാ നല്ല അരച്ച് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ റെഡിയാക്കി കൊണ്ടുവരണ്ടേ കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഇതാ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി നമ്മുടെ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കരിവേപ്പില
കറിവേപ്പിലെല്ലാം നോക്കി വെച്ചേക്കുന്നതാണ്. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അരച്ച് വെച്ച അരപ്പ് അരപ്പിനെയും കൂടി ഇട്ട് വീഡിയോ പൊക്കി വെക്കട്ടെ. നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ തൂവി ഇതോടെ ഇച്ചിരി ഒരു വെള്ളത്തിൽ കഴുകിയെടുക്കുക. ചിക്കൻ വെന്ത് വരുമ്പം വെള്ളം വരും ഇതിനകത്തുനിന്ന് തന്നെ. അതുകൊണ്ട് വെള്ളം അധികം ചേർക്കണ്ട. ഇത് കഴുകി ശർക്കര ഒഴിക്കാം നമുക്ക്. ഒഴിച്ചു. ശകല ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് വരാം. ഉപ്പും ചേർത്തു. ഇനി നല്ലതായിട്ട് കുഴയ്ക്കുക. എല്ലാം കൂടെ മിക്സഡായിട്ട് കുഴച്ച്. ഇനി ആരും ചിക്കൻ കറി അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വടിയെടുത്ത 2 അടി വെച്ച് തരും എല്ലാവർക്കും. കേട്ടല്ലോ? ഈ ചിക്കൻ കറി അല്ലാണ്ട് ചിക്കൻ കറി പല രീതിയിൽ വെക്കാമല്ലോ. നമ്മുടെ ഈ ചിക്കൻ കറി നമുക്ക് എളുപ്പമാണ്, അന്നോട്ട് നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ എല്ലാം നല്ലതായിട്ട് യോജിപ്പിച്ചിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലോട്ട് എടുത്ത് ഇടുക. ഞാൻ വെക്കുന്ന പാത്രം എപ്പോഴും വെക്കുന്നതിനകത്ത് തന്നെ കാണിച്ചു തരാം. ഈ പാത്രത്തിലാണ്. ഇത് കഴുകിയെടുക്കട്ടെ. വീഡിയോ നീണ്ടുപോ, കഴുകിയിട്ട് വരാം. നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ കമത്തി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചേക്കാം. ചിക്കൻ നമ്മൾ അടുപ്പത്തിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതെടുത്ത് ഒരുക്കി വട്ടത്തിൽ അരിഞ്ഞു വെക്കാം. എന്തിനാ? കടുക് വറക്കാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പറാട്ടോ. ചെറിയ ഉള്ളിയും വറ്റല മുളകും കറിവേപ്പിലയും നമ്മുടെ കടുവും കൂടി ഇട്ട് കടുക് വറക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കേട്ടോ അതിനൊന്ന് ഞാൻ അരിഞ്ഞു വെക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഞാൻ വെച്ചിട്ടൊരു പോക്ക് പോയെന്ന് എല്ലാവരും വിചാരിച്ചേക്കല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തോണ്ടായിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ പറ്റിക്കഴിയുമ്പം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒലത്തിയെടുക്കണം. അടിപൊളിയാട്ടോ. കടുകൊക്കെ വറുത്തിട്ട് അങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് ഇടണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കനെ കാണാൻ വെട്ടിക്കടന്ന് തിളയ്ക്കുന്നത് ഈ പരുവത്തില് ഇപ്പുറത്തോട്ടൊരു പാൻ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാനുള്ള തയ്യാറെടുപ്പാണേ. നമ്മുടെ ഇതുവരെ ഒരു വെളിച്ചെണ്ണയുടെ മയം പോലും നമ്മുടെ ചിക്കനകത്ത് ആക്കിയിട്ടില്ല. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൽ ചെല്ലാതിരിക്കും. എല്ലാവർക്കും മനസ്സിലായില്ലേ? മറ്റേന്ന് പറഞ്ഞാൽ മറ്റേ കറികൾ വെക്കുന്നത് സവോളയില് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് വഴറ്റിയല്ലേ മറ്റേ ഡിഫറൻസ് ചിക്കൻ കറി വെക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഈ കടുക് വറുക്കാൻ നേരം മാത്രമേ ഉള്ളൂ ചേർക്കത്തുള്ളൂ നമ്മൾ, അല്ലേ? അതുകൊണ്ട് ചിക്കൻ ചേട്ടന്റെ തല കാണുന്നില്ല. പൊക്കം എനിക്ക് എന്റെ പൊക്കത്തിനനുസരിച്ച് വെക്കുന്നുണ്ടേ കാണുന്നില്ല. അന്നേരം നമുക്ക് കടുകിനെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇന്നാളിങ്ങനെ സംസാരിച്ചപ്പോ ചിക്കൻ കറി വിട്ടുപോയി. അതുകൊണ്ട് പാവരോ അതെത്ര പ്രാവശ്യം ചോദിച്ചത്. കടുകിനെ ഇട്ട് കൊടുത്ത നമ്മള് കടുക് പൊട്ടട്ടെ. എന്നിട്ട് ഇതാ നമ്മുടെ ഉള്ളി ഏറെ അരിഞ്ഞ് കടുക് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. കടുക് വറുക്കാനും എല്ലാത്തിനും നല്ല തന്നെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. വഴണ്ട് കഴിയുമ്പം വച്ചില മുളകും എല്ലാം ഇട്ട് അവരെ ഇങ്ങോട്ട് തട്ടിക്കൊടുക്കണം. വഴറ്റി കഴിഞ്ഞ് കിടക്കുന്നു. വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ.
വെറ്റില മുളകും പിന്നെ ഉണ്ട് കറിവേപ്പില എല്ലാം ഉണ്ട്. മൊത്തം ഇട്ടിട്ട് വേണം. കറിവേപ്പില മെയിനായിട്ട് മണവും വയറ്റിലെ പൂച്ചയൊക്കെ പോകും. നമുക്കിപ്പൊ കരിവേപ്പില ഉണ്ടായിട്ടുണ്ട്. കരിവേപ്പ് റെഡിയായി നമ്മുടെ. എത്ര നാൾ കൂടിയാന്നറിയാം നമ്മുടെ കരിവേപ്പില ആദ്യമായിട്ട് എടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കറിവേപ്പിന് എടുത്തു. എപ്പോഴും എടുക്കുന്നില്ല കേട്ടോ. എപ്പോഴും എടുത്താൽ പോകും. കുറച്ചുകൂടെ ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് മാത്രം. അപ്പൊ ഇത് വഴറ്റി ഇതിനകത്തോട്ട് തട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാവേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി എടുത്ത് തട്ടി കൂട്ടി ഇതിനകത്തോട്ട് ഇട്ടു. കടുക് വറുത്തിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പർ ആട്ടോ. കടുക് വറുത്ത് ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. വെള്ളം ആവശ്യത്തിന് വേണ്ടിയവർക്ക് ഒത്തിരി പറ്റിക്കണ്ട. ഇന്ന് ഇവിടെ ഇച്ചിരി പറ്റിച്ചാണ് എടുക്കുന്നത്. ഇന്ന് റോസ്റ്റ് പോലെ കേട്ടോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേട്ടാ. നീ പേടിയാ? സൂപ്പറാ, ഒന്നും പറയാനില്ല. അടിപൊളിയാട്ടോ. കാണിച്ചു തരാം. എന്നോട് പറഞ്ഞ സബ്സ്ക്രൈബർ നോക്കിക്കോണം കേട്ടോ. മോളെ ഇന്നതേ ചിക്കൻ കറി മോക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ ചിക്കൻ കറി ഇന്ന് വാങ്ങിക്കത്തില്ല. സത്യം പറഞ്ഞ എത്ര നാളെ എന്നോട് പറയാം. എന്നിട്ടും ഒരു ദേഷ്യമില്ലല്ലോ. ചേച്ചി ചിക്കൻ കറി ഒന്ന് വെക്കുവോ ചേച്ചീന്നേ പറയാറുള്ളൂ. കണ്ടല്ലോ. അപ്പൊ എല്ലാരും ചിക്കൻ കറി വെക്കണം. ഇനി ഞാൻ അടുത്ത ടിപ്സിലോട്ട് പോട്ടെ. അപ്പോഴേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു, ചേച്ചി എൻ്റെ മോൾക്ക് കൊട്ടി വലിയ ഇതായ പ്രായമായി, അപ്പൊ അതിന് കറുത്ത് ഇരിക്കുന്നതിൻ്റെ ഒരു വിഷമാണ്. അപ്പം എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ച്. ആരാ ചോദിച്ചത്? മുഹമ്മദ് ഫർഹാൻ ആണ് ചോദിച്ചേക്കുന്നത്. അത് എൻ്റെ ഹസ്ബൻഡിന്റെ ഇതിൽ നിന്ന് ആയിരിക്കും കാണുന്നതാണ് അങ്ങനെ പേര് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഓർത്തു, അയ്യോ എത്ര ടിപ്സ് നമുക്കുണ്ടെന്നറിയാവോ. ഇങ്ങനെയുള്ള ഒത്തിരി ടിപ്സുകളുണ്ട്. ഞാനും ഒരു കാലത്ത് കറുത്താനിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരോ ടിപ്സ് ചെയ്താണ് എനിക്ക് കുറച്ച് ആ കറുപ്പിൽ നിന്ന് ഇരുണ്ട കളറിലോട്ട് മാറിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം തന്നെ ഓരോ ടിപ്സിനും വരും. കൂടുതൽ ദീർഘിപ്പിച്ചങ്ങ് പോകുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. നല്ല ഒരു ടിപ്സാണ് ഇത്. ഡെയിലി ചെയ്യണം കേട്ടോ. അതിന് ഫസ്റ്റ് വേണ്ടിയത് ക്യാമറ കാത്തു വെക്കട്ടെ. ഫസ്റ്റ് നമ്മൾ ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങിന് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കേണ്ടത്? നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു ചോപ്പ് ചെയ്യുന്ന അത് ഇങ്ങനെ അങ്ങോട്ട് തോരനൊക്കെ അരിയുന്ന സാധനമില്ലേ, ഇങ്ങനെ വെച്ച് നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു. നമുക്കിതിൻ്റെ ഒരു 4 സ്പൂൺ എടുത്തോട്ടോ. ഒരു 4 സ്പൂണ് എടുക്കുക. ഇതാ നല്ലതായിട്ട് നമുക്ക് നീര് കിട്ടും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഇതാ കണ്ട നീര് വരുന്നുണ്ട. ഇത് ഓരോരുത്തരുടെ മുഖത്തിന്റെ അനുസരിച്ച് ഇത് നിങ്ങൾക്ക് കയ്യത്തേക്കാം കാലത്തേക്കാം കേട്ടല്ലോ. ഒരു കുഴപ്പമില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഏത് കാര്യത്തിനും ഉപയോഗിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ലല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. 4 സ്പൂൺ എനിക്ക് കിട്ടും. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുവാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നീര് കിട്ടും നമുക്ക് കേട്ടോ. ഒരു 4 സ്പൂൺ എടുത്തു. ഇതങ്ങ് മാറ്റി വെക്കുക, അത് കളയാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നീര് ഇതിനകത്തോട്ട് നമ്മുടെ കടലമാവ്. എല്ലാവർക്കും ഉണ്ടല്ലോ കടലമാവ്. കടലമാവില്ലെങ്കിൽ അത് മേടിച്ച് വെക്കുക കേട്ടോ. കുറച്ചേറെ ഇങ്ങനെ മരുന്ന് കടയിൽ നിന്ന് മേടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് കുറേ ഇതിപ്പോൾ എത്ര നാളായതെന്നറിയാമോ ഈ കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. കടലമാവ് ഒരു ആവശ്യത്തിന് കേട്ടോ. കടലമാവ് ഇട്ടു. പിന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിലെ നമുക്കിതെടുത്ത് കുറച്ചേറെ എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ല. അതുകൊണ്ട് നമ്മുടെ അല്ലാത്ത മഞ്ഞൾപ്പൊടി ഇല്ലേ, നിങ്ങൾ ചെയ്യുമ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടിയായിട്ട് ചെയ്യണം കേട്ടോ. അത് ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. ഒരു 1/4 സ്പൂൺ
ഏറ്റവും ബെസ്റ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്, അത് വേണം എടുക്കാൻ. പിന്നെ നമ്മളെ ഏറ്റവും ബെസ്റ്റ് സാധനം തൈര്. തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ടൻസ് ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് വെള്ളമായി പോകും. ചിലവരുണ്ടാക്കി വരുമ്പം എല്ലാവരും ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടല്ലോ വെള്ളമായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കടലമാവിനെ ഇട്ടിട്ട് കറക്റ്റ് ആക്കുക കേട്ടോ. അഥവാ വെള്ളം ഇല്ല, വരണ്ട ഇതിങ്ങനെ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് തൈരൊഴിച്ച് നീട്ടുക. മനസ്സിലായല്ലോ? കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഈ തൈര് ചിലവർക്ക് മുഖത്ത് വല്ല അലർജിയോ ഈ പിമ്പിൾസോ വല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാല് ഉപയോഗിക്കുക ഈ തൈരിന് പകരം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. കാണിച്ചു തരാം. മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വരിക. അപ്പം ഞാൻ നല്ല മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മുടെ പായ്ക്ക് അപ്ലൈ ചെയ്യുക. ഇതൊക്കെ അന്നേരം എല്ലാം മാറ്റിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചോണം. അപ്പം നിങ്ങൾക്ക് ജോലിക്ക് എളുപ്പമുണ്ട് അല്ലേ. ഈ പായ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് പാടുകൾ, ചിലവരുടെ മുഖം കരിവാളിപ്പായിട്ടിരിക്കത്തില്ലേ, കരിവാളിപ്പ് വെയിലൊക്കെ കൊണ്ട് അതിന്, പിന്നെ മുഖത്ത് വെളുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെട്ടം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് കണ്ടു തുടങ്ങും. ഇത് ഡെയിലി അപ്ലൈ ചെയ്യാം, യൂസ് ചെയ്യാം കേട്ടല്ലോ. ഡെയിലി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ കുട്ടിക്ക് ഡെയിലി ഇട്ട് കൊടുത്തോ കേട്ടോ. അതല്ല എന്തെങ്കിലും അതിന് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ച 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടല്ലോ. ഡെയിലി ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിത്തുടങ്ങും. അത്ര നല്ല ഒരു പായ്ക്കാണ് മുഖം വെളുക്കാൻ. മുഖം എന്നല്ല, നമ്മുടെ കയ്യെ തേക്കാം, കാലെ തേക്കാം, കഴുത്തിലും തേക്കണം കേട്ടോ. ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യണം. ഞാനിത് പിന്നെ ചെയ്യത്തുള്ളൂ കഴുത്തിൽ, കാരണം ഇതെനിക്ക് മിച്ചം വരും. അത് പായ്ക്ക് പിന്നെ ഇടും, കഴുത്ത മാത്രമായിട്ടങ്ങ് ഇടും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ കഴുത്തയിലൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇരട്ടിപ്പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കഴുത്തയിൽ ഉടനെ തേക്കാത്തത്. അപ്പം മനസ്സിലായല്ലോ നമ്മുടെ ഈ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഒത്തിരി ആൾക്കാർ ഭയങ്കര സങ്കടം പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കറുത്തതാ എന്നൊക്കെ. കറുപ്പിനകത്തൊരു കാര്യമില്ല. ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഇതൊക്കെ തേച്ച ഒരു 25 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതിച്ചിരി കട്ടി തേക്കണം കേട്ടോ. പായ്ക്ക് നല്ല കട്ടി വേണം തേക്കാൻ. എന്നിട്ട് 25 മിനിറ്റ് ആകുമ്പോൾ കഴുകിക്കളയുക. ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നോട് പറയണം, കമന്റ് ഇടണം. തേച്ച് തുടങ്ങിയിട്ട് കമന്റ് ഇടണം കേട്ടോ. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഇന്നത്തെ ടിപ്സ്. അല്ല ഞാൻ ചിക്കൻ കറി മാത്രം ഒതുക്കിയാണ് ഇന്ന് വീഡിയോ. ചിക്കൻ കറി പറഞ്ഞ ആൾക്ക് ഫസ്റ്റിലെ ഞാനിത് കൊടുത്തു. കാരണം ചിക്കൻ കറി കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ചിക്കൻ കറിയുടെ കാര്യം വീഡിയോയിൽ പറയുന്നത് കേട്ടോ. പിന്നെ 2-3 പേർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഹായ് പറയും. അപ്പം ഇനി 25 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം. കഴിക്കളയാം. അപ്പൊ നമ്മൾ 25 മിനിറ്റ് ആയി കേട്ടോ. കറക്റ്റായിട്ടായി കഴിയിട്ട് വരും. അപ്പൊ നമ്മുടെ മുഖമൊക്കെ നമ്മൾ കഴുകി ഇപ്പൊ തന്നെ നല്ല റിസൾട്ടൊക്കെ. ഇനി ഒരാഴ്ച ഇങ്ങനെ ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മാറ്റം വന്ന് മുഖം വെളുത്തിരിക്കുമെന്ന് ഞാനാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ ആരുമല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ. കണ്ടോ, ഇതാ നല്ല വ്യത്യാസവും തന്നെ വന്നു. പൊട്ടൊക്കെ എടുത്ത് വെച്ചേക്കാവേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്യണം കേട്ടോ. സ്ഥിരം ചെയ്യണം. അടുപ്പിച്ച് കുറച്ച് നാളത്തേക്ക് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്യണം. അപ്പം
വ്യത്യാസം നല്ലതായിട്ട് ഒരാഴ്ച ആകുമ്പോൾ എന്തായാലും വ്യത്യാസം അറിയാം. ഇത് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ വ്യത്യാസം അറിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ചെയ്യണം. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കാണിക്കുന്ന ആരും ചെയ്യാതിരിക്കല്ലേ കേട്ടോ. അത്ര കഷ്ടപ്പാടാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നതിന്. അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാൻ വീഡിയോ എനിക്ക് ഓരോന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്കും വ്യൂസ് കിട്ടണം, എല്ലാം വേണം കേട്ടോ. അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് കേട്ടോ. അപ്പം നല്ലത് കാണിച്ചെങ്കിലല്ലേ നമുക്ക് ചെയ്തിട്ട് പ്രയോജനം കിട്ടുമ്പോഴല്ലേ അവർ പിന്നെയും നമ്മുടെ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ കള്ളത്തരമൊക്കെ കാണിച്ച് വീഡിയോ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ വീഡിയോ എന്നാണേലും നിന്ന് പോകും, ക്ഷയിച്ചു പോകും. അങ്ങനെ കള്ളത്തരം കാണിച്ചുള്ള വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണണം, അല്ലെങ്കിൽ അടി വാങ്ങിക്കും കേട്ടോ. ടാറ്റാ.